ഇതൊക്കെ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് ശക്തിയില്ലാത്തത്. എല്ലാ ആശുപത്രികളിലും എന്തോരം ആളുകളാണ് അവിടെ വരാന്റിലക്കിരുന്ന് കരയണേ. അവരെല്ലാവരും ആ ചാപ്പലിൽ വന്നിരുന്ന് കരയട്ടെ. ആ ആശുപത്രികളിലെ രോഗികളുടെ വേദനകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കട്ടെ. ആരെങ്കിലും ഒരാള് ഈ ബോധ്യമുള്ളവർ അതിനെ ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് അങ്ങനെ ഒന്ന് ട്രയലായിട്ട്, സാധാരണഗതിയിൽ ഞാൻ പറയാറുള്ളത്, ഞങ്ങളിങ്ങനെ നിത്യാരാധന നടത്താമെന്ന് പറയണ്ട, ഒന്ന് കൈവീശി എല്ലാവരും. നമ്മള് ഇങ്ങനെ ചോദിച്ചാൽ മതി, ഒരാഴ്ച ഞങ്ങളൊന്ന് രാവകല ആരാധിക്കാൻ വിട്ടു തരാമോ? ഒരാഴ്ച അതിന് പെർമിഷൻ എടുക്കും. ആ പെർമിഷൻ ഒരാഴ്ചത്തേക്ക്, ഒരാഴ്ച കുഴപ്പമില്ല ഇല്ലേ? ഒരാഴ്ച നമ്മൾ അവിടെ പ്രാർത്ഥിക്കാൻ കയറിയാൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് അടുത്ത ആഴ്ചയും കൂടി തരണേ എന്നായിരിക്കണം. അങ്ങനെ ഒരാഴ്ച കഴിയും. ഒരാഴ്ചക്കകത്ത് അവിടെ വലിയ അനുഗ്രഹ വർഷമുണ്ടാവും. ആശുപത്രിയിലും ആ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം വലിയ അനുഗ്രഹമായിട്ട് മാറും. ആളുകള് ചാപ്പലിൽ ഇഷ്ടം പോലെ വരാൻ തുടങ്ങും. അപ്പൊ പതുക്കെ നമുക്കിങ്ങ് പിന്മാറാം, അവര് നടത്തിക്കോളും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കുന്നേ. എല്ലാ ആശുപത്രികളിലും കന്യാസ്ത്രീമാരുണ്ട്, നേഴ്സുമാരുണ്ട്. അവർക്കെല്ലാം വാസ്തവത്തിൽ ആഗ്രഹം കുറച്ചു നേരം ഒന്ന് ഈശോന്റെ കൂടെ ഇരിക്കണമെന്നാണ്. പക്ഷേ അതിനുള്ള സൗകര്യവും സംവിധാനവും ഇല്ലാത്തതിന്റെ പേരിൽ എല്ലാവരും വന്ന് ചാപ്പലിന്റെ മുമ്പിൽ വന്നൊന്ന് പണിയാന്ന് പോകും. അവിടെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പിൽ ഇരുന്ന് കുറച്ചു നേരം മുട്ടുകുത്തിയിരിക്കും. അങ്ങനെ കുറച്ചു നേരം മുട്ടുകുത്തിയിരിക്കുമ്പോൾ അത് വലിയൊരു അനുഭവമാണ്. അങ്ങനെ അവർ അത് വളർന്ന് എല്ലാ ആശുപത്രികളും ആരാധനാ സെന്ററുകളായിട്ട് മാറാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്കൂളുകളിലും വലിയ വലിയ സ്കൂളുകളിലും കത്തോലിക്ക കോളേജുകളിലും എല്ലാം ചാപ്പലും ഉണ്ട്. ഇല്ലെങ്കിൽ ഇത്രയും വലിയ സ്കൂൾ പണിയാന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മുറി ചാപ്പലാക്കാനാണോ ബുദ്ധിമുട്ട്? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോ ഒരു ആത്മീയതയാണ്, എന്തോ ഒരു ജ്ഞാനമാണ്. നമ്മള് 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട് എന്ന് പറഞ്ഞാൽ 3000 ആത്മാക്കള് നമ്മുടെ നമ്മുടെ അങ്കണത്തിൽ 10 വർഷം പഠിച്ചിട്ട് അവർക്ക് ക്രിസ്തുവിന്റെ ഒരു അനുഭവം കൊടുക്കുന്നില്ലെങ്കിൽ എന്തിനാ നമ്മൾ ഈ സ്കൂളൊക്കെ നടത്തുന്നത് പറയും. അവരെല്ലാം വലിയ മാത്തമാറ്റീഷ്യനും കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സും ആയിട്ട് വലിയ വലിയ ബിസിനസ്സുകാരുമായിട്ട് മാറ്റാൻ വേണ്ടിയാണോ കത്തോലിക്ക സ്കൂളുകൾ നടത്തണേ? പള്ളിക്കൊരു പള്ളിക്കൂടം എന്നുള്ളത് വലിയ ശാസ്ത്രമായിട്ട് നമ്മൾ കണക്കാക്കിയത് ഇവരെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി കാശുള്ളവരാക്കാൻ വേണ്ടിയാണോ? അതോ അവരുടെ ആത്മാവിന് എന്തെങ്കിലും ജ്ഞാനവും ആത്മാവിന്റെ ഭക്ഷണവും കിട്ടാൻ വേണ്ടിയാണോ? ദൈവത്തിന്റെ ജ്ഞാനം, സൃഷ്ടാവെ കുറിച്ചുള്ള ജ്ഞാനം, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി, ബോട്ടണി, ഫിസിക്സ്, ഇത് സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം. ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം പഠിക്കുന്നതിന് മുൻപ് സൃഷ്ടാവിനെ കുറിച്ചുള്ള കുറച്ച് ജ്ഞാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര എളുപ്പമായിരിക്കും ഇത് പഠിക്കാൻ. ആണോ? ഇനി പഠിച്ച് 20 വർഷത്തോളം വിദ്യാഭ്യാസവും കഴിഞ്ഞ് ജോലിയുമായി ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരുവനെ ഈ കുടുംബ ജീവിതത്തിലെയോ ദൈവത്തെക്കുറിച്ചോ എന്തെങ്കിലും ഒരു ക്ലാസ് എങ്കിലും അവിടെ പഠിപ്പിച്ചിട്ടുണ്ടോ? പറഞ്ഞേ, ഉണ്ടോ? ഇല്ല. സാക്ഷരതയുടെ അർത്ഥം എന്താ പിന്നെ? അപ്പോ സൃഷ്ടാവിന്റെ ജ്ഞാനത്തെ നമ്മൾക്ക് ലഭിക്കണം. എന്താണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞെല്ലാവരും, എന്താ നിത്യജീവൻ? ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. കത്തോലിക്കരായ നമ്മൾ ഈ അറിവല്ലേ പ്രധാനമായിട്ടും നമ്മളും നമ്മളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകേണ്ടത്? പക്ഷെ നമ്മൾ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചാൽ അപ്പോഴേ ആദ്യം ചിന്തിക്കുന്നത് ഇവരെ ഡോക്ടർ ആക്കണോ, എഞ്ചിനീയർ ആക്കണോ, കമ്പ്യൂട്ടർ സയൻസ് ആക്കണോ, ഒരു പൈലറ്റ് ആക്കണോ, എന്നിട്ട് അതിനു വേണ്ട അറിവുകൾ കൊടുക്കുന്നതിന് ആ സ്കൂളിൽ ഇവിടെ അച്ഛന്മാരുടെ സ്കൂളാണ്, ആ കന്യാസ്ത്രീമാരുടെ സ്കൂളാണ്, കോൺവെന്റ് സ്കൂൾ, ആ സ്കൂൾ, അതിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഇപ്പോഴേ ബുക്ക് ചെയ്യണം. എപ്പോഴേ കുഞ്ഞ് ഗർഭത്തിലായിരിക്കുമ്പോഴേ തന്നെ ബുക്ക് ചെയ്യണം ഓരോരുത്തർ.
നമ്മള് വിശ്വാസികളുടെ അവസ്ഥ ഇതാണ്. എന്നാൽ അവർക്ക് ആത്മാവിന്റെ ജ്ഞാനം കിട്ടണോ വേണ്ടയോ? ഇന്ന് എല്ലാവർക്കും ഭയങ്കര ആങ്സൈറ്റിയാണ്. കാരണം മനുഷ്യൻ ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവ് വളരുന്നു. അതിന്റെ യൂണിവേഴ്സിറ്റികളും അതിന്റെ വലിയ വലിയ സംവിധാനങ്ങളും അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ് അതിന് മുൻകൈ എടുത്ത് പഠിപ്പിക്കുകയും ചെയ്യണത്. ഇതിനാണോ അവരുടെ ജീവിതം ഒഴുക്കി വെച്ചത്, അതോ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, വിമർശിക്കാൻ വേണ്ടി അല്ല. ഇത് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം എന്തുകൊണ്ട് വിദ്യാഭ്യാസത്തോടൊപ്പം ഒരല്പസമയം ദൈവത്തിന്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൂടാ? ഈശോ പറഞ്ഞു, നമുക്ക് ജ്ഞാനസ്നാനമാണ് കിട്ടിയിരിക്കുന്നത്. ഈ ജ്ഞാനസ്നാനം കിട്ടിയ നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ഒരല്പം പോലും പെട്ടി തുറന്നിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ കുബുദ്ധിയിൽ ചേരുന്ന ആ ജ്ഞാനം കൊണ്ട് നമ്മുടെ ജീവിതത്തെ വളർത്തുന്നു. അതിന്റെ ഫലമോ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇന്ന് പരിശുദ്ധ പിതാവ് തന്നെ പറയുന്നതെല്ലാം എന്താണ്? നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ആദ്യ ലക്ഷ്യം എന്താ? സുവിശേഷവൽക്കരണമാണ്. മിഷൻ. ചർച്ച് എക്സിസ്റ്റ് ഫോർ മിഷൻ. സഭ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? സഭ യേശുക്രിസ്തുവിനെ കുറിച്ചും പിതാവായ ദൈവത്തിനെ കുറിച്ചുമുള്ള അറിവ് മറ്റുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടി. ഓരോ സ്കൂളുകളിലും 400 അല്ലെങ്കിൽ 5000 4000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ എന്തോരം സ്റ്റാഫും എന്തോരം ചപ്പരാശിയും വാച്ച്മാനും എല്ലാം ഉണ്ട്. അതിനകത്ത് 2 പേരെയും കൂടി വേലയ്ക്ക് വെച്ചൂടെ? എന്തിന്? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്. മക്ബായരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ യുദ്ധമുറയിലെ ഒരു പ്രത്യേകത എന്തായിരുന്നു? അവർ കർത്താവിന്റെ വചനം ശബ്ദത്തിൽ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. എന്താണത്? 2 മക്ബായർ 8-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനം. 2 മക്ബായർ 8-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനം പറയുകയാണ്, 1500 പേർ അടങ്ങുന്ന ഓരോ ഗണത്തിന്റെ ചുമതല തന്റെ സഹോദരന്മാരായ ശിമയോൻ, ജോസഫ്, ജോനാഥൻ എന്നിവരെ ഏൽപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥം ഉച്ചത്തിൽ വായിക്കാൻ എലിയാസറിനെയും നിയമിച്ചു. സഹായം ദൈവത്തിൽ നിന്ന് എന്ന അടയാള വാക്കും നൽകി. അതിനുശേഷം അവൻ തന്നെ ആദ്യ ഗണത്തെ നയിച്ചുകൊണ്ട്. നമ്മൾ പറഞ്ഞതിന്റെ ഉദ്ദേശം, അവർ യുദ്ധകളത്തിൽ പോലും ദൈവവചനം പ്രഘോഷിച്ചു. അങ്ങനെ യുദ്ധം ജയിച്ചു. നമ്മുടെ കുട്ടികളെ നമ്മുടെ വിദ്യാലയങ്ങളിൽ അവരെ അല്പമെങ്കിലും പ്രാർത്ഥിക്കാൻ പഠിക്കുന്നവരാകുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എല്ലാം നേടാൻ പറ്റുമോ ഇല്ലയോ? അപ്പൊ ഈ മേഖലയൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന വിഷയമാക്കേണ്ടതാണ്. ഒരു ധ്യാന കേന്ദ്രത്തെക്കാളും വലിയ സ്കോപ്പാണ് 4000 കുട്ടികൾ, 4000 ആത്മാക്കൾ പഠിക്കുന്ന ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ 10 വർഷം ഇത്രയും പേര് നമ്മുടെ കസ്റ്റഡിയിലാണ്. 10 വർഷം. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ഈ 10 വർഷം കൊണ്ട് ഓരോ ദിവസവും ഒരു വചനം വെച്ച് അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് എന്തോരം ദൈവവചനം കയറുമായിരുന്നെ. ആ ചാപ്പലിൽ ആരെങ്കിലും ഒരാത്മാവിരുന്നു കൊണ്ട്, ദൈവമേ ഈ പ്രകാശവിജ്ഞാനം ഇവിടെയുള്ള ടീച്ചേഴ്സിനും ഇവിടെയുള്ള കുട്ടികളിലേക്കും എല്ലാം ഒന്ന് ഒഴുക്കണേ എന്ന് പറഞ്ഞൊന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിരുന്നെങ്കിൽ ഈ കുട്ടികളെല്ലാം എന്തോരം ദൈവ ചൈതന്യം കൊണ്ട് നിറഞ്ഞേനെ. അപ്പൊ ഇതൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയ മേഖലകളാണ്. ഇതിനു വേണ്ടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. ഇനി മറ്റൊന്ന്, ഈ ഇടയ്ക്ക് അപ്പോ ദൈവത്തിന്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകം മുഴുവൻ ഏഷ്യ 11:9 പറയുകയാണ്, സമുദ്രം ജലം കൊണ്ടെന്നതുപോലെ
എല്ലാവരും ശബ്ദം ഉയർത്തി കരം ഉയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, സമുദ്രം ജലം കൊണ്ടെന്നതുപോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഈ വചനം പൂർത്തിയാകുമോ ഇല്ലയോ? ഓ, ഒരു ചളങ്ങിയ പറച്ചില. ഇത് പൂർത്തിയാകുമോ ഇല്ലയോ? ആമേൻ. യെശയ്യാ 7:14 പൂർത്തിയായോ? എന്താ 7:14? കന്യക ഗർഭം ധരിച്ച് 7:14 പൂർത്തിയായെങ്കിൽ 14:50 പൂർത്തിയാകുമോ? എല്ലാവരും ശബ്ദമുയർത്തിയ വചനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ഈ വചനം ഒന്ന് പൂർത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിച്ച്. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ എല്ലാവരും ഈ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് ശബ്ദമുയർത്തി ഏറ്റുപറയുക. എല്ലാവരും ഇത് നടക്കും എന്ന വിശ്വാസത്തോടു കൂടെ. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. എല്ലാവരും ഒരിക്കൽ കൂടി. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. തന്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. അതുകൂടി, എന്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ലോകം മുഴുവനും കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയുക. ഇതിന്റെ അർത്ഥം എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക. ദൈവരാജ്യം സംസ്ഥാപിതമായി കഴിഞ്ഞാൽ, അതാണ് ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക, അവിടുത്തെ നീതി. അത് പിന്നീട് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവത്തിന്റെ ആത്മാവ്, ദൈവരാജ്യത്തിന്റെ സ്നേഹത്തിന്റെ ആത്മാവ്, സമാധാനത്തിന്റെ ആത്മാവ്, അതല്ലേ ദൈവരാജ്യം. എന്താ ദൈവരാജ്യം? പരിശുദ്ധാത്മാവിലുള്ള ശാന്തിയും സമാധാനവും നീതിയുമാണ്. ഈ ദൈവരാജ്യത്തിന്റെ വാല്യൂസ്, ഇത് സപ്പോസ് ലോകത്തിലെ എല്ലാ രാഷ്ട്ര തലവന്മാരിലും ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ശാന്തിയും സമാധാനവും നീതിയും ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊരു തോന്നല്, നമ്മൾ എല്ലാ രാഷ്ട്ര തലവന്മാരും ഒരുമിച്ചിരുന്ന് വലിയ സമാധാനത്തിന് വേണ്ടി ചിന്തിക്കുകയല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു തീരുമാനം അങ്ങ് എടുത്തൂടെ? എന്താ, നമ്മൾക്ക് ഇനി രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വേണ്ട. ആരും ആരെയും, അതാണ്, ഇനി ദ്രോഹിക്കുകയോ ശത്രുത ഉണ്ടാവുകയോ ഇല്ല. ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ഇന്ന് തന്നെ എല്ലാ രാജ്യത്തിൻ്റെയും മിലിറ്ററി ക്യാൻസൽ ചെയ്യുക. മിലിറ്ററി, എല്ലാ രാജ്യത്തിന്റെയും മിലിറ്ററി റദ്ദാക്കുകയാണെങ്കിൽ പിന്നെ യുദ്ധം ഉണ്ടാവോ? മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഗുണം എന്തായിരിക്കും? എല്ലാ രാജ്യങ്ങൾ തമ്മിൽ സമാധാനമായി. മറ്റൊരു വശത്ത് ഈ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ആ വലിയ സംഖ്യ മുഴുവനും ദരിദ്രർക്ക് അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്ക് ഉപയോഗമായി. ലോകത്തിലെ ദാരിദ്ര്യം അതോടുകൂടി കഴിഞ്ഞു. ഈ യുദ്ധക്കപ്പുകൾ ഉണ്ടാക്കുന്നതിനുള്ള ഫാക്ടറികളും അതിനു വേണ്ടിയുള്ള അനേകം എഞ്ചിനീയർമാരെല്ലാം പാടത്ത് പോയി പണിയെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് വർക്ക് ഉണ്ടാവും, ഇല്ലേ? അവര് രാജ്യത്തിന്റെ പ്രൊഡക്ഷന് വേണ്ടി എന്തെല്ലാം നന്മ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും അവർക്ക്. കേട്ടോ, ഈ ഒറ്റ കാര്യം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ പുതിയ ആകാശം പുതിയ ഭൂമിയും ഭൗമികമായിട്ട് തന്നെ സംഭവിക്കുമോ ഇല്ലയോ?
ഞങ്ങൾ ഈ ഉദ്ദേശം വെച്ച് കുറെ നാൾ മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ 10 ദിവസത്തിനകത്ത് ഒരു റിപ്പോർട്ട് കണ്ടത് ഇതാണ്: അമേരിക്കയും റഷ്യയും തമ്മിൽ തീരുമാനിച്ചിരിക്കുന്നു ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നത് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്കൊന്ന് ഈ ബോധ്യത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോ അവിടെ പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ ഇനി ലോകത്തിൽ ശത്രുതയോ ദ്രോഹമോ യുദ്ധമോ ഉണ്ടാകില്ല. പ്രാർത്ഥിക്കണോ? എല്ലാ രാഷ്ട്ര തലവന്മാരും